ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. ഇന്നലെ ബഹുമാന്യനായ VD സതീശന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി പുതിയ സർക്കാരും കേരളത്തിൽ നിലവിൽ വന്നു. എന്നാൽ ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അഥവാ തീരുമാനമായ വകുപ്പുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് സ്വീകരിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് പല മന്ത്രിമാരും എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ ചില വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യരായ MLA-മാരോടും മന്ത്രിമാരോടും ഒരു ചോദ്യമുണ്ട്. നാട്ടിൽ മന്ത്രിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് മന്ത്രിമാരായി നിയോഗിക്കപ്പെട്ടവർ എനിക്ക് ഇന്ന വകുപ്പ് വേണ്ട, ഞാൻ ഇന്ന വകുപ്പ് മാത്രമേ ഭരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സംസാരത്തിന് അടിസ്ഥാനം? ജനാധിപത്യത്തിൽ എല്ലാ വകുപ്പുകൾക്കും തുല്യ പ്രാധാന്യവും നീതിയും ഇല്ലേ? അഥവാ കൃഷിയും ജലസേചനവും വ്യവസായവും IT വകുപ്പും സാമൂഹ്യക്ഷേമവും ആഭ്യന്തരവും വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞ പോലെ എല്ലാ വകുപ്പുകൾക്കും തുല്യ പ്രാധാന്യവും നീതിയും ഉറപ്പുവരുത്തേണ്ടതല്ലേ? ഇതെല്ലാം ചേർന്ന ഒരു ഭരണം തന്നെയല്ലേ കേരളത്തിന് ആവശ്യം, ഒരു നാടിന് ആവശ്യം? ഞാൻ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യില്ല, എനിക്ക് വനം വകുപ്പ് മതി, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കൃഷി വകുപ്പ് വേണ്ട, എനിക്ക് ജലസേചന വകുപ്പ് മതി, എനിക്ക് ജലസേചന വകുപ്പ് മതി, എനിക്ക് വിദ്യുത് ശക്തി വകുപ്പ് വേണ്ട, എനിക്ക് വ്യവസായം മതി, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആകണം, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം, ഞാൻ വ്യവസായം കൈയാളാൻ തയ്യാറല്ല, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യ വകുപ്പ് കിട്ടണം, ഞാൻ വിദ്യുത് ശക്തി വകുപ്പ് കൈയടക്കാൻ അല്ലെങ്കിൽ കയ്യേറാൻ തയ്യാറല്ല എന്നൊക്കെ ഓരോരോ മന്ത്രിമാർ പറയുമ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവർക്ക് പൊതുജനങ്ങളോട് ഏത് തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. എനിക്കിന്ന വകുപ്പ് വേണ്ട എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക വകുപ്പ് ഭരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും MLA-മാരെയോ മന്ത്രിമാരെയോ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. എനിക്ക് ഇന്ന വകുപ്പ് വേണ്ട എന്ന് പറയുമ്പോൾ സാധാരണ പൊതുജനത്തിന് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. അതായത് ആ വകുപ്പിൽ നിന്ന് കാര്യമായി എന്തെങ്കിലും കൈയിട്ട് വാരാൻ കിട്ടാത്തത് കൊണ്ടാണോ നിയുക്ത മന്ത്രിമാർ ഇത്തരത്തിൽ സംസാരിക്കുന്നത്? അഥവാ ആ വകുപ്പ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അറിവും കഴിവും പരിചയം ആവശ്യമാണ്, അതെനിക്കില്ല, ആ പ്രാപ്തി എനിക്കില്ല, ആ വകുപ്പ് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കില്ല എന്നുള്ളതാണോ എന്നുള്ളതും ചോദ്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ പണിക്ക് പറ്റാത്ത ആളുകൾ പിന്നെ എന്തിനാണ് പൊതുജന സേവനം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയി കഴിഞ്ഞ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഓരോരോ ഗ്രൂപ്പുകളിൽ ചേക്കേറി പിടിവലി കൂടുവാനും തയ്യാറായത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ബഹുമാന്യനായ VD സതീശൻ കൈവശം വയ്ക്കുന്ന ധനകാര്യവും നിയമവും തുറമുഖ വകുപ്പുമെല്ലാം കൈയടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ വകുപ്പ് എനിക്ക് കിട്ടണം എന്നുള്ള താല്പര്യത്തോടു കൂടി KC വേണുഗോപാൽ പക്ഷത്തിൽ നിന്നുള്ള ചില ആളുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്ര വാർത്തകൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ചർച്ച തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം 11 ദിവസം നീണ്ടു പോയത് KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണം എന്നുള്ള പിടിവാശി തന്നെയായിരുന്നു എന്നാണ് പിന്നീട് ജനം പുറത്തറിഞ്ഞത്. ഇത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. KPCC-യുടെയും AICC-യുടെയും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുണ്ടായ കാലതാമസം മാത്രമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഉണ്ടായത്. അല്ലാതെ ഒരു കാരണവശാലും ആരുടെയെങ്കിലും പിടിവാശി സാർത്ഥകമാക്കുവാൻ വേണ്ടി ഹൈക്കമാൻഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികളിലോ അല്ലെങ്കിൽ സാമുദായിക ആചാര്യന്മാരിലോ സമ്മർദ്ദം ചെലുത്തി എനിക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ആരും നടത്തിയ ഒരു ചരടുവലിക്ക് കളം ഒരുങ്ങിയതിൽ അല്ല സമയം വൈകിയത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിയത് എന്നാണ് ഇപ്പോൾ ഓരോരോ നേതാക്കളും പറയുന്നത്. തത്വത്തിൽ വേണമെങ്കിൽ അത് അംഗീകരിക്കാം എന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്തുണ്ടായ അന്തഃഛിദ്രങ്ങളും പടലപ്പിണക്കങ്ങളും ഇപ്പോൾ അങ്ങാടിപ്പാട്ട് പോലെ പുറത്ത് ജനം പാടിക്കൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതൊക്കെ
ഒരു തരത്തിൽ അവർ പറഞ്ഞു തീർത്തു, മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു, 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. എങ്കിലും ഏതൊക്കെ വകുപ്പ് ഏതൊക്കെ മന്ത്രിമാർക്ക് കൊടുക്കണം എന്നതിൽ ഇപ്പോഴും ആശങ്കയാണ്. മന്ത്രിമന്ദിരങ്ങൾ നിശ്ചയിക്കുന്നതിലും ആശങ്കയുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യത്തിലൊന്നും തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിനിടയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം ഇപ്പോൾ അവർക്ക് ഫിഷറീസ് വകുപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടിവലി നടത്തുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ വകുപ്പ് സാധാരണഗതിയിൽ ഇത് ലത്തീൻ വിഭാഗമാണ് കൈകാര്യം ചെയ്യാറുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ലത്തീൻ വിഭാഗത്തിലുള്ള ഒരു മന്ത്രിക്ക് കൊടുക്കണം, അവിടെ കോവളത്തു നിന്നുള്ള എൻ വിൻസെന്റിന് ഈ വകുപ്പ് കൊടുക്കണം എന്നാണ് ലത്തീൻ സഭയുടെ മേലാളന്മാരെല്ലാം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം വിഭാഗത്തിൻ്റെയും ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും ആധിക്യം കൂടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ലത്തീൻ വിഭാഗത്തിൽ നിന്നും ഒരാളെ കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മന്ത്രിയായ ഷിബു ബേബി ജോൺ, അദ്ദേഹം ലത്തീൻ വിഭാഗത്തിലെ ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ജലസേചന വകുപ്പ് ഷിബു ബേബി ജോണിന് കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹം അത് കൈയാളിയപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം മോൻസ് ജോസിന് ആ വകുപ്പ് കൊടുക്കേണ്ടതായി വന്നതിൻ്റെ പേരിൽ ഷിബു ബേബി ജോണിനോട് വനം വകുപ്പും കശുവണ്ടി വകുപ്പും ഏറ്റെടുക്കാൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ലത്തീൻ സഭയുടെ താല്പര്യപ്രകാരം ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിനോട് ഏറ്റെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഷിബു ബേബി ജോൺ ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, താൻ ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന വനം വകുപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേ ദിവസം തന്നെ അതിൽ അടിയായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്താ വിശേഷങ്ങൾ. ഇതിനിടയിലാണ് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ AP അനിൽകുമാറിന് ആഭ്യന്തര വകുപ്പ് തന്നെ കിട്ടണം എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. കെ സി പക്ഷക്കാരാണ് മന്ത്രിസഭയിൽ ഇപ്പോൾ കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈയാളാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ മന്ത്രിസഭയിൽ ഏറ്റവും മുതിർന്ന നേതാവായ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്തതോടുകൂടി പിന്നെ AP അനിൽകുമാറിന് മറ്റു വകുപ്പുകളില്ല. മുരളീധരന് വിദ്യുത് ശക്തി വകുപ്പ് കൊടുത്തപ്പോൾ എനിക്ക് ആ വകുപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആരോഗ്യ വകുപ്പ് ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു. AP അനിൽകുമാറിന് ആഭ്യന്തരമല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് കിട്ടണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നുകിൽ നിയമം അല്ലെങ്കിൽ ധനകാര്യം, തുറമുഖം എന്നൊക്കെയായിരുന്നു പിന്നീട് അവരുടെ താല്പര്യം. എന്നാൽ അതെല്ലാം മുഖ്യമന്ത്രിയായ VD സതീശന്റെ വകുപ്പുകളായതിന്റെ പേരിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഇപ്പോൾ കിട്ടണം എന്നുള്ളതാണ് AP അനിൽകുമാറിന്റെയും KC വേണുഗോപാലിന്റെയും താല്പര്യം എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിക്ക് പൊതുഭരണമുണ്ട്, ധനകാര്യ വകുപ്പുണ്ട്, നിയമവകുപ്പുണ്ട്, തുറമുഖ വകുപ്പുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് ധനവകുപ്പോ അല്ല എന്നുണ്ടെങ്കിൽ തുറമുഖ വകുപ്പോ നിയമവകുപ്പോ AP അനിൽകുമാറിന് കിട്ടണം എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷം ഉന്നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മറ്റ് മന്ത്രിമാർക്ക് കൊടുക്കാൻ സാധിക്കും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫിഷറീസ് വകുപ്പ് കൂടി കിട്ടണം എന്നാണ് അവർ ഇപ്പോൾ അവകാശം ഉന്നയിക്കുന്നത്. ആകെ ഇപ്പോൾ വകുപ്പുകൾ തീരുമാനിക്കുന്നതിലും അല്ല എന്നുണ്ടെങ്കിൽ ഇന്നിന്ന മന്ത്രിമാർക്ക് ഇന്നിന്ന വകുപ്പുകൾ വേണ്ട എന്ന് പറയുന്നതും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഈ വകുപ്പുകളുടെ ക്രമീകരണവും വിഭജനവും ചുമതല ഏറ്റെടുക്കലുമെല്ലാം മുഖ്യമന്ത്രി VD സതീശന് വലിയ തലവേദനയാകും. KC പക്ഷക്കാർ ഇപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ, അതായത് VD സതീശന് സുഗമമായി ഭരണം നടത്തുന്നതിന് വേണ്ടി അനുവദിക്കുന്നില്ല എന്ന് സതീശന്റെ പക്ഷക്കാരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും പുത്തരിയിൽ കല്ലുകടിക്കുന്ന അനുഭവമായി ഇത് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന തീരുമാനം? VD സതീശൻ സ്വതസിദ്ധമായ ശൈലിയിൽ ഇതെല്ലാം കൃത്യമായ രീതിയിൽ പരിഹരിക്കുമോ? എല്ലാത്തിനും ആർക്കും ഒരു പരിഭവവും പരാതിയുമില്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.